എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടത്തോരൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു മുട്ടത്തോരൻ എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ ഇതിന് മുൻപ് നമ്മളുടെ തക്കാളി റോസ്റ്റിൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതോടെ ഒന്ന് കണ്ടു നോക്കണം. അതും ഒരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു മുട്ടത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ഒരു മുട്ടത്തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്കൊരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അപ്പോൾ സവാള ഒരുപാടൊന്ന് ഫ്രൈ ആയി വരണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്തുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാഞ്ഞത്. ഇനി ഒരു 1/4 ടീസ്പൂൺ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മുട്ട നമ്മൾ ഇനി അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുട്ടയുടെ മഞ്ഞ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ചിക്കി തോത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഡ്രൈ ആയിട്ട് വേണോ അത്രയും നന്നായിട്ടിത് ഡ്രൈ ആക്കി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ തീനി ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ചിക്കി ചോത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മുട്ടത്തോരൻ നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ഇനി ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കിട്ടും. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കണം എന്നില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്